നമ്മളിൽ എത്ര പേർക്ക് പൊതു ഇടങ്ങളിലൂടെ ചെരുപ്പില്ലാതെ നടക്കാനാകും? ഇക്കാലത്ത് വളരെ കുറച്ച് മനുഷ്യർ മാത്രമേ അങ്ങനെയുള്ളൂ. അജിത് പിഷാരത്ത് പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ്. 10 വർഷമായി ജനപ്രതിനിധിയാണ്. ഇതേട്ടാ, എങ്ങനെയാണ് ഈ ചെരുപ്പിടാതെ നടക്കുന്നത്? ചെരുപ്പിടാതെ അച്ഛൻ്റെ മരണത്തിൻ്റെ കർമ്മത്തിന് വേണ്ടി ചെരുപ്പ് ഉപേക്ഷിച്ച 25 വർഷത്തിന് മേളിലായി. ഇതുവരെ ചെരുപ്പ് ഉപയോഗിക്കണമെന്ന് തോന്നലുണ്ടായില്ല. അന്ന് ആ ഒരു ഇതിൽ അങ്ങ് നടന്ന് തുടർന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ കുട്ടനാട്ടിലെ നാട്ടുവഴിയിലൂടെ നടക്കുമ്പോൾ ചെളി കാണും, കല്ല് കാണും. അതൊക്കെ എങ്ങനെ? അതൊക്കെ കഴിവതും നമ്മൾ ചെളിയിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടി നോക്കും. പിന്നെ ചെളിയായാൽ ആറ്റി ഇറങ്ങുക, കാല് കഴുകുക, വൃത്തിയാക്കുക, മുമ്പോട്ട് പോകുക. ഏത് ആ ഒരു രീതിയിലാണ് പോകുന്നത്. ആൾക്കാരൊക്കെ ചോദിക്കാറില്ല എന്താ ഈ ചെരുപ്പിടാത്തതെന്ന്? ചോദിക്കാറുണ്ട്. ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇന്നതാണ്. അപ്പം അവർക്കാണെങ്കിൽ തന്നെ ഒരു മനസ്സിലൊരു അച്ഛൻ്റെ ഓർമ്മ മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്നൊരു അവരുടെ ഒരു അനുകമ്പയും അതൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഈ സാധാരണ ഈ നമ്മൾ ആളുകളൊക്കെ വലിയ ഗിമ്മിക്കുകളൊക്കെ കാണിക്കുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്? അല്ല, അതിപ്പോൾ ആർക്ക് എന്ത് തോന്നുന്നെന്ന് തോന്നിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ആ രീതിയിലല്ല. ഇത്തവണ മത്സരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത്തവണ മത്സരിക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് മുമ്പോട്ട് പോകും. അത് ഏതാണ് എന്നുള്ള അവസാനഘട്ട ചർച്ചകൾ നടക്കുന്നു. ഈ ചെരുപ്പിടാത്തതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ട്? ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നും. പക്ഷേ പല ഗുണങ്ങളുമുണ്ട്. പല സ്ഥലത്തും പോയാലേ ചെരുപ്പ് ഇപ്പം ഞാൻ എവിടെയാണെന്നുള്ള തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പം അത് എനിക്കൊരു എന്നാ പറയണ്ടേ, ഞാൻ എവിടെ ഇരിക്കുന്നു, വെയിൽ എങ്ങനെ പോകുന്നതെന്ന് ആർക്കും മനസ്സിലാകാം. അല്ലേ നമ്മൾ ചെരുപ്പ് കണ്ടു വലിച്ച ആൾക്കാർ ഇന്ന സ്ഥലത്തുണ്ടെന്നറിയുന്നു. തലവടി ഗ്രാമപഞ്ചായത്തിലെ BJP അംഗമായിരുന്ന അജിത് പിഷാരത്ത് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ തലവടി ഡിവിഷനിൽ നിന്നുള്ള പ്രതിനിധിയാണ് നിലവിൽ. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.